ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞാൽ കിട്ടാത്ത ഒന്നുണ്ട്. ക്രിക്കറ്റ് താരങ്ങൾ. 2020 ലോകകപ്പ് കളിക്കുന്ന അമേരിക്കൻ ടീമിലെ കളിക്കാരിൽ പലരും ഇന്ത്യക്കാരാണ്. സമാനമാണ് അയൽപ്പക്കത്തെ കാനഡയും. അതിൽ തന്നെ രസകരമായ ഒരു പഞ്ചാബി ഹൗസ് ഒളിച്ചിരിപ്പുണ്ട്. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ കളിച്ചു വളർന്ന് ഇന്ത്യൻ ടീമിൽ ഇടമില്ലാതെ മറ്റിടങ്ങളിലേക്ക് പറന്നവർ. രണ്ടുപേരെക്കുറിച്ച് പറയാം. നവനീത് ധലിവാൾ, പർഗത് സിംഗ്. അതിർത്തിക്കപ്പുറത്ത് ക്രിക്കറ്റിൽ വളർന്നവർ. പഞ്ചാബിലെ റോപ്പറിൽ ജനിച്ച് ജലന്ധറിൽ വളർന്ന താരമാണ് പർഗത് സിംഗ്. ഓപ്പണിംഗ് ബാറ്റർ. പഞ്ചാബിനായി വിവിധ ഏജ് ഗ്രൂപ്പുകളിൽ കളിച്ച് സീനിയർ ടീമിലും മികവറിയിച്ച താരം. 2009 പഞ്ചാബിന്റെ സീനിയർ ടീമിലെത്തിയെങ്കിലും അരങ്ങേറിയത് 2015. കളിക്ക് പിന്നിലെ കളികളാണ് അവസരങ്ങൾ നഷ്ടമാക്കിയതെന്ന് പറയും പർഗത്. പഞ്ചാബിനായി കളിച്ച 22 മത്സരങ്ങളിൽ 20ലും ടീമിൽ ഇടം കിട്ടിയത് യുവരാജ് സിംഗോ ഹർഭജൻ സിംഗോ ടീമിലുള്ളപ്പോഴായിരുന്നു. കാരണം അവർ മികച്ച താരങ്ങൾ ടീമിലുണ്ടെന്ന് ഉറപ്പാക്കുമായിരുന്നു. റിലയൻസ് ടീമിനായി സെവാഗിനും ധവാനും പത്താൻ സഹോദരന്മാർക്കുമൊപ്പം കളിച്ച താരമാണ്. മനസ്സുമടുത്ത് കാനഡയിലേക്ക് ചേക്കേറുമ്പോൾ പർഗത് സിംഗിന്റെ പ്രായം 25 കാനഡയിൽ യൂബർ ഡ്രൈവറായി ജോലി നോക്കുമ്പോഴാണ് പർഗത്തിനെ കലീം സന കണ്ടുമുട്ടുന്നത്. പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നുള്ള, അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള കലീം സന. സന റാവൽപിണ്ടിയിലാണ് ജനിച്ചത്. ഇടംകൈയ്യൻ ഫാസ്റ്റ് ബോളർ. പാകിസ്ഥാൻ കസ്റ്റംസ് ടീമിനായി 15-ാം വയസ്സിൽ പ്രൊഫഷണൽ താരമായി. 16-ാം വയസ്സിൽ തന്നെ അണ്ടർ-19 ലോകകപ്പിനുള്ള പാക് ടീമിലെത്തിയ താരം. അന്നൊപ്പമുണ്ടായിരുന്നത് ഇന്ന് അവരുടെ സൂപ്പർ താരങ്ങളായ ബാബർ അസമും അഹമ്മദ് ഷെഹ്സാദും പിന്നെ മുഹമ്മദ് ആമിറും. പക്ഷേ ലോകകപ്പിന് തൊട്ടുമുൻപുള്ള സിംബാബ്വെ പര്യടനത്തിനിടെയേറ്റ പരിക്ക് ലോകകപ്പ് സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചു. തിരിച്ചെത്തിയെങ്കിലും പഴയ പേസ് കണ്ടെത്താനായില്ല. വർഷങ്ങൾക്കിപ്പുറം മുഹമ്മദ് ആമിർ തന്നെ വിളിച്ചൊരു പ്രാദേശിക ടൂർണമെന്റിൽ കളിപ്പിച്ചു. ബാബറിൻ്റെതടക്കം വിക്കറ്റുകളും നേടി. പക്ഷേ വേഗം 130കളിൽ മാത്രം. 2015 സുഹൃത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ കാനഡയിലെത്തി പല ജോലികൾ ചെയ്യുന്നതിനിടെയാണ് സന ഇന്ത്യയിൽ നിന്നെത്തിയ പർഗത്തിനെ കാണുന്നത്. പഴയ ക്രിക്കറ്റ് കളിക്കാർ തമ്മിൽ കണ്ടതോടെ ഉള്ളിലെ ക്രിക്കറ്റ് ഉണർന്നു. പരസ്പരം പ്രോത്സാഹിപ്പിച്ചവർ വീണ്ടും ക്രിക്കറ്റ് കളിച്ചു. 2022 ഫെബ്രുവരിയിൽ കലീം സന കാനഡ ടീമിലെത്തി. നവംബറിൽ പർഗത്തും. കാനഡ ICCയുടെ ഏകദിന അംഗീകാരം നേടിയ ടൂർണമെന്റിൽ പർഗത്തായിരുന്നു ടോപ്പ് സ്കോറർ. ഇന്ത്യ പാക് വൈരം മാത്രം ഓർക്കുന്നവർക്ക് ഇന്ത്യ പാക് സൗഹൃദത്തിൻ്റെ പാഠമാണിപ്പോൾ ഇരുവരും. കാനഡ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ കളിച്ചു. ഒരുപക്ഷെ താൻ കളിക്കേണ്ടിയിരുന്ന പാക് ടീമിനെതിരെ സന 3 ഓവറിൽ വിട്ടു നൽകിയത് 21 റൺസ് മാത്രം. 13 റൺസും എടുത്തു. കാനഡയുടെ അടുത്ത കളി ഇന്ത്യക്കെതിരെയാണ്. ഒരിക്കൽ സ്വപ്നം കണ്ട നീലക്കുപ്പായക്കാർക്കെതിരെ പർഗത്തും കളത്തിലിറങ്ങും. ഇവർക്കൊപ്പം ബാറ്റർമാരായ ധലിവാളും ദിൽപ്രീതും കൂടിയുണ്ട് ടീമിൽ സിഖ് വംശജരായി. പണ്ട് മൊഹാലിയിൽ അണ്ടർ-17 സെലക്ഷനായി പരിശീലിക്കുന്നതിനിടെ അവിടെ എത്തിയ 8 വയസ്സുകാരനായ ശുഭ്മാൻ ഗില്ലിന് പന്തെറിഞ്ഞു കൊടുത്ത കഥ പറയും ധലിവാൾ. കുടുംബം കാനഡയിലേക്ക് ചേക്കേറിയതോടെയാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾ അവസാനിപ്പിച്ച് 22-കാരനായിരുന്ന ധലിവാളിനും കാനഡയ്ക്ക് പോകേണ്ടി വന്നത്. അണ്ടർ-19 ടീമിൽ ഇടമില്ലാതായാൽ സീനിയർ ടീമിലെത്തുക കഠിനമാണെന്ന തിരിച്ചറിവും അതിന് കാരണമായെന്ന് ധലിവാൾ പറയുന്നു. ലോകകപ്പിനെത്തിയ കാനഡ ടീം ചുരുക്കത്തിൽ ഒരു പഞ്ചാബി ഹൗസാണ്. ടീമിലെ മറ്റു കളിക്കാർ പോലും ഡാൻസ് ചെയ്യാൻ പഞ്ചാബി റാപ്പ് ഗായകരായ സിധു മൂസേവാലയുടെയും ശുഭിൻ്റെയും ഗാനങ്ങളാണ് ആവശ്യപ്പെടുന്നത്. കനേഡിയൻ ടീം ക്യാമ്പിലെ രസകരമായൊരു കാര്യം ധലിവാൾ പറയുന്നത് കേൾക്കുക. കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ ഫൈൻ അടിക്കും. പല നാട്ടുകാരും പല വംശജരും ചേരുന്ന ടീമിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണത്. എന്നാൽ അതൊക്കെ നിങ്ങൾ 2 പഞ്ചാബികളെ ഒരു മുറിയിൽ താമസിപ്പിക്കുന്നത് വരെയേ സാധിക്കൂ എന്ന് പറയുന്നു ധലിവാൾ. അവർക്ക് അപ്പോൾ പഞ്ചാബി അല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. ഞങ്ങളതിനാൽ പിഴ അടച്ചുകൊണ്ടേയിരിക്കുകയാണ്.